കുറച്ചായിട്ട് നമ്മുടെ ഇസ്രയേൽ ഇറാൻ ഹമാസ് യുദ്ധത്തിൻ്റെ വലിയ വാർത്തകളൊന്നും വരാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വാർത്ത, ശ്രദ്ധേയമായ ഒരു വാർത്ത വരുന്നുണ്ട്. ഇറാൻ വലിയ തോതിൽ അണ്ടർഗ്രൗണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടുത്തെ ഒരു ടെഹ്റാനിലെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് അൽ ഖമേനി ആശുപത്രി വരെ നീളുന്ന വലിയൊരു ഭൂഗർഭ തുരങ്കമുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തുരങ്കമൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഡിഫെൻസീവായിട്ട് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ആക്രമണം വരുമ്പോൾ തടയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറാൻ ഒരു വലിയ ആക്രമണം പേടിക്കുന്നുണ്ടല്ലേ? പേടിയുണ്ട്. ഈ തസ്നിം എന്ന് പറഞ്ഞ അർദ്ധ ഭരണകൂട ഏജൻസി, വാർത്താ ഏജൻസി ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ തന്നെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് തസ്നിം. തസ്നിം പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രയേലിൽ ഇപ്പോൾ ആക്രമിച്ചല്ലോ 2 തവണ. അതിനുശേഷമാണ് നഗരമധ്യത്തിൽ തന്നെ ഒരു തുരങ്കം, സെൻട്രൽ തന്നെയാണ്, ജീവിച്ചു പോകണമല്ലോ നഗരങ്ങളിലുള്ളവർക്കൊക്കെ, ഇങ്ങനൊരു തുരങ്കം ഉണ്ടാകുന്നത്. ടെഹ്റാനിലെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇമാം ഖൊമൈനി ഹോസ്പിറ്റലിലേക്കാണ് ഭൂഗർഭ തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ ആളുകളെ പ്രവേശിപ്പിക്കാനും ഒക്കെ ഈ തുരങ്കം ഉപയോഗിക്കാം. ആശുപത്രി മുകളിലല്ലേ ഇരിക്കുന്നത്? അതെ, തുരങ്കത്തിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഒരടിപ്പാത അല്ല, തുരങ്കത്തിലൂടെ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രി മുകളിലല്ലേ ഇരിക്കുന്നത്. ആദ്യമേ അത് നശിപ്പിച്ചാൽ. അതെ, ഇങ്ങനെയാണ് തലതിരിച്ച ബുദ്ധിയാണ് കയ്യിലുള്ളത്. അപ്പോൾ ഹെഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ടെഹ്റാൻ, അയാളാണ് ഈ വാർത്താ ഏജൻസിയോട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റേ ഡിഫൻസ് അപ്ലിക്കേഷൻസ് ഒക്കെ ടണലിൽ ഉണ്ടാവും, പ്രതിരോധ സന്നാഹങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ഭൂഗർഭ കോട്ടകളിലും ഭാവിക്ക് വേണ്ടി ഇറാനിൽ എന്ന് പറഞ്ഞാൽ നിരന്തര ആക്രമണം പ്രതീക്ഷിക്കുന്നു എന്നാണ്. അങ്ങനെ പല കോട്ടകളും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ പതുക്കെ ഭൂമിക്കടിയിലേക്ക് പോവുകയാണ്. അതാണ് ഇതിൻ്റെ സംഭവം. 2006 ഈ ഫോർദോ ആണവ നിലയം അതൊരു മല തുറന്നിട്ട് അടിയിലോട്ടുണ്ടാക്കി, മലയുടെ അടിയിലാണ്. കാരണം ഇനി ആണവ നിലയം ആക്രമിക്കരുത്. മറ്റേ പുള്ളിക്കാരുടെ മോഡലിൽ ഇരിക്കുന്നത് തുരങ്കത്തിലല്ലേ? തുരങ്കത്തിൽ ഒരു പടം കാണിക്കാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ല, ഇത്തവണെങ്കിലും കാണിക്കണം. അത് ഖമനയി പേടിച്ച് വിറച്ചൊരു തുരങ്കത്തിലിരിക്കുമ്പോൾ ഒരാൾ പുറകിൽ വന്നിട്ട് ഹലോ ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ പുള്ളി പേടിച്ച് വിറച്ചിരിക്കുന്നൊരു ഫോട്ടോ. 3 തവണ നിങ്ങൾ പ്രേക്ഷകരെ പറ്റിച്ചു, 4ാമത്തെ തവണയും പറ്റിക്കാൻ പോവാണ്. ഇത്തവണ ശീലമാവട്ടെ. അങ്ങനെ ഈ ഫോർദോ മലക്കടിയിൽ 2009 ഈ പുറത്ത് ഈ ഫോർദോ മലക്കടിയിൽ ഉണ്ട് എന്നൊക്കെ ഉള്ളത് പുറത്ത് വന്നത്. ഫോർദോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മലയെ കാണുള്ളൂ, മല മുകളിൽ നിന്ന് തുറന്ന് അടുത്ത് ചെന്നിട്ട് അകത്തുണ്ടാക്കിയിരിക്കുകയാണ്. ഇറാൻ വിചാരിച്ചത് ഇത് പുറത്തറിയില്ല എന്നാണ്. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ, പുറത്തറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് അവർ അണുബോംബ് പൊട്ടിച്ചേനെ എന്നാണ് പറയുന്നത്. പക്ഷെ 2006 ഫോർദോ ഉണ്ടാക്കാൻ തുടങ്ങി. 2009 ഈ വിവരവും പുറത്തു വന്നു, ഉപഗ്രഹചിത്രങ്ങളും ഒക്കെ വന്നു. അതുപോലെ നദാൻസ് ആണവ കേന്ദ്രവും മലയുടെ അടിയിലാണ്. അപ്പോൾ അതാണ് ഇനി ഈ തകർക്കാനൊക്കെ കുറച്ച് പ്രശ്നം വരുന്നത്. ഈ അകത്ത് നിന്ന് തന്നെ ആരെങ്കിലും ബോംബ് വെക്കാനായിട്ട് ഇസ്രയേലിന് കിട്ടണം എന്നുള്ള മട്ടിലാണ് ഈ രണ്ടും നിൽക്കുന്നത്. 2021 അതിൻ്റെ പണി തുടങ്ങിയത്. മിസൈലുകളും മറ്റും ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോൾ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഇറാനിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ആശുപത്രി തുരങ്കം ഉണ്ടല്ലോ, മെട്രോ ആശുപത്രി തുരങ്കം, ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെയാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞതെങ്കിലും ആണവ സാമഗ്രികൾ കടത്താനുള്ള ഒരു സംവിധാനമാണ് അത് ആയിരിക്കാം. കാരണം മാത്രമല്ല, ഒരു ഇന്റർനാഷണൽ കൺവെൻഷനൊക്കെ വെച്ചിട്ട് ആശുപത്രികൾ അങ്ങനെ ആക്രമിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. ഹമാസ് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ. ഹമാസിന്റെ കമാൻഡ് സെന്ററുകളും ആയുധ സംഭരണശാലയൊക്കെ ആശുപത്രികളുടെ അടിയിലായിരുന്നു. അതെ അതെ അതെ, അത് ആ ഗാസയിലൊക്കെ അതാണ്. അപ്പോൾ ആശുപത്രി ആക്രമിക്കാൻ പാടില്ല. ഭീകരന്മാര് നഴ്സിന്റെ വേഷത്തിലൊക്കെ ഉണ്ട്. അതെ അതെ, വെള്ളക്കോട്ടും. പക്ഷെ അത് ഇസ്രായേൽ നോക്കിയില്ല, ആശുപത്രിയൊക്കെ ഠമാർ പടാറാക്കി കളഞ്ഞു. എല്ലാവരെയും പറ്റി നല്ല ധാരണ അവർക്ക് ഉണ്ടായിരുന്നല്ലോ. ഈ 2015 ഈ ആണവ ഉടമ്പടിക്ക് ശേഷം ഇറാൻ്റെ ഈ ഉപരോധം നീക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സമ്പുഷ്ടീകരണ പരിപാടികളുണ്ടല്ലോ, അതൊക്കെ അമേരിക്കയെല്ലാം ചേർന്ന് കുറച്ചിരുന്നു. അതായത് 3.67% മാത്രമേ പ്യൂരിറ്റി ഉണ്ടാകാവൂ എന്ന് നിശ്ചയിച്ചു. അല്ലാതെ 90%ലേക്കൊന്നും പോകാൻ പാടില്ല
എന്ന് പറഞ്ഞു. കുറച്ചിട്ട് 90% പ്യൂരിറ്റി ഉണ്ടെങ്കിലേ ആണവ ബോംബിലേക്ക് വരുള്ളൂ. ഇത് 3.67% എന്ന് ഇറാനോട് ഇൻസിസ്റ്റ് ചെയ്തിരുന്നു. അല്ല, അവരുടെ 60 വരെ എൻറിച്ച് ചെയ്തിരുന്നു. അതെ, ആ കാര്യത്തിലേക്ക് വരിക. അപ്പം അങ്ങനെ ആ സമയത്ത് ചെയ്തു. ബോംബിനുള്ളത് കിട്ടാൻ അങ്ങനെയാണെങ്കിൽ ഒരുപാട് താമസം, ഇവർക്ക് ബോംബിനുള്ള സമ്പുഷ്ടീകരണം താമസിക്കുന്നുള്ളത് അമേരിക്ക കണ്ടിട്ടാണ് 3 മതി എന്ന് ഇൻസിസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ 1 കൊല്ലം എങ്കിലും എടുക്കും ഒരു ആണവ ബോംബിൻ്റെ അവസ്ഥയിലേക്കുള്ള സമ്പുഷ്ടീകരണം 90%ലേക്കൊക്കെ വരാൻ എന്ന് അമേരിക്ക കണക്കാക്കുന്നുണ്ട്. 2018 പക്ഷേ ട്രംപ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറി. ഈ പറഞ്ഞ ഉടമ്പടിയിൽ നിന്നൊക്കെ ഉപരോധം ഏർപ്പെടുത്തി, എണ്ണക്കച്ചവടമൊക്കെ കുറച്ചു, സാമ്പത്തികാവസ്ഥ പരിങ്ങലിലായി. എണ്ണക്കച്ചവടം ഇല്ലല്ലോ മറ്റു രാജ്യങ്ങളുമായിട്ട്, ഇന്ത്യയും മേടിക്കുന്നില്ല. അപ്പോൾ 2019 ഇറാൻ ഇത് ലംഘിക്കാൻ തുടങ്ങി. ഈ ആണവ സമ്പുഷ്ടീകരണം ഇത്രയേ ആകാവൂ എന്നൊക്കെയുള്ള കാര്യമൊക്കെ ലംഘിക്കാൻ തുടങ്ങി. ഉടമ്പടി പ്രകാരം 202.8 കിലോ എൻറിച്ച്ഡ് യുറേനിയം മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാന് 5.5 ടൺ യുറേനിയം ഉള്ളതായിട്ട് UN റിപ്പോർട്ടുണ്ട്. അപ്പോൾ കുറേ ഉണ്ട് അവരുടെ കയ്യിൽ. ഈ നമ്മൾ ഈ തുരങ്കം ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇത്രയും ഉണ്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ. 60% ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അതിന് മാത്രം മെറ്റീരിയൽ ഇപ്പോൾ 5.5 ടൺ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കയ്യിലുണ്ട്. ഇനിയും എൻറിച്ച് ചെയ്താൽ 2 ബോംബ് അവർക്കുണ്ടാക്കാം, ആണവ ബോംബ് 2 എണ്ണം ആകാം എന്ന് ഇൻ്റർനാഷണൽ ആറ്റമിക് ഏജൻസി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ടൈം, ബോംബിനുള്ള ഗ്രേഡ് യുറേനിയം ആകാനുള്ള സമയമൊക്കെ ഇനി കുറച്ച് കാലം കൂടിയേ വേണ്ടി വരുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. അതിന് മുമ്പ് ഇറാനെ ഇസ്രയേൽ അടിച്ചിരിക്കണം. ഇറാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഈ ഭൂഗർഭ തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അടി വരും. ജനുവരി 20 കഴിയുമ്പോഴത്തേക്ക് ട്രംപും കൂടെ വന്നാൽ ചിലപ്പോൾ, ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ട്രംപിനോട് ചോദിച്ചല്ലോ, നിങ്ങളൊരു ഡിക്റ്റേറ്റർ ആയിരിക്കുമോ, ഏകാധിപതി ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആയിരിക്കും, ജനുവരി 20 ഒരു ദിവസം ആയിരിക്കും എന്ന് പറയാം. ആ ഒരു ദിവസം എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് നോക്കണം. ഈ നദാൻസും ഫൊർദോയും അല്ലാതെ ഒരെണ്ണം കരയിലുണ്ട്, ഭൂമിയുടെ മുകളിൽ തന്നെ ഉണ്ട്. ഇതിലൊന്നും ഇൻ്റർനാഷണൽ ആണവ ഏജൻസിക്ക് പരിശോധന പറ്റില്ല. ഇതാണ് ഇപ്പോൾ അവിടുത്തെ ആണവ കാര്യങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഈ തുരങ്കം എന്ന് പറയുന്നത് ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു തുരങ്കമാണ് സംശയം. അല്ലാതെ പിന്നെ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല അണ്ടർഗ്രൗണ്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുമെന്ന് പറയുന്നു. കാരണം ഇത് ഈ മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങളിലും ബങ്കറുകളും തുരങ്കങ്ങളും ഒരു പതിവാണ്. ഇസ്രായേലിൽ തുരങ്കം ഉണ്ടോ എന്ന് അറിയത്തില്ല, ബങ്കറുകളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് യൂറോപ്പില് അമേരിക്കയിലും ഒക്കെ വീട് പണിയുമ്പോൾ ചേർന്നൊരു ബങ്കർ. അതൊരുപാട് കമ്പനികളുടെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നല്ല ബങ്കറുകൾ പണിത് തരും, ഇത്ര വില എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കൻ പത്രങ്ങളിലൊക്കെ നമ്മൾ പരസ്യം കാണാം. വീട് പണിയുമ്പോൾ തന്നെ, കാരണം ഒരുപാട് ആക്രമണങ്ങൾ ത്രട്ടുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ യൂറോപ്പിൽ എല്ലായിടത്തും ഈ നമ്മളിപ്പോൾ ആ യുക്രൈനിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികൾ തിരിച്ചു വന്നില്ലേ, മെഡിസിൻ പഠിക്കാൻ പോയി, അവരും നിങ്ങൾ ബങ്കറിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മറ്റേ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പറയുന്നില്ലേ, നിങ്ങൾ പോയി ബങ്കറിലിരിക്കും, അവിടെ ബ്രെഡും കാര്യങ്ങളും ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ്. ബങ്കറുകളൊക്കെ അവിടെയൊക്കെ ഉള്ളതാണ്, ഡെയിലി നോർമൽ ലൈഫിന്റെ ഭാഗമാണത്. ഈ നമ്മളാണ് ഈ യുദ്ധം അധികം അനുഭവിക്കാത്തത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ആലോചിക്കാത്തത്. ഇവരിപ്പോൾ ഈ കോട്ടകളുണ്ടെന്നാണ് പറയുന്നത്, ഭൂഗർഭ കോട്ടകൾ എന്ന് റിപ്പോർട്ടിൽ, തസ്നീം റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ ഭൂഗർഭ കോട്ടകൾ തന്നെയുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ ഖമനേയ്ക്ക് പെട്ടെന്ന് പോയി അവിടെ താമസിക്കാൻ പറ്റുന്നത്. പക്ഷെ കറണ്ട് ഉപയോഗിക്കാൻ പാടില്ല, വൈദ്യുതി ഇല്ല, ബാക്കി സംവിധാനങ്ങളില്ല. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ സിൻവർ ഭാര്യയും കുട്ടികളെയൊക്കെ ആയിട്ട് തുരങ്കത്തിൽ കൂടെ പോകുന്നൊരു വീഡിയോ, അയാൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ പുറപ്പെട്ടു, മറ്റേ ബാഗൊക്കെ ആയിട്ട്, വലിയ ബാഗും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഇയാൾ വലിയ TV എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് നിന്ന് TV കാണാൻ പറ്റുമോ?
കയ്യിലുള്ളൊരു അമൂല്യ വസ്തു, അതുകൂടെ കൊണ്ടുപോകാന്ന് വെച്ചു. കുറച്ച് വിലയുള്ള TV ആയിരിക്കും അത്. ആയിരിക്കാം. TV ചുമന്നുകൊണ്ട് പോകുന്നുണ്ട്. മറ്റേ ബാർക്കിൻ ബാഗ് പോലെ. കാരണം കേബിൾ നെറ്റ്വർക്ക് ഉണ്ടാവത്തില്ല, യുദ്ധമല്ല, എല്ലാം തകർന്നു പോയി കാണും. സാറ്റലൈറ്റ് വഴിയാണ് ഇതിന് ആൻറ്റന വേണം. അപ്പോൾ TV മാത്രം എന്തിനാണ് ഈ ചങ്ങായി കൊണ്ടുപോയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എനിക്കും പിടികിട്ടിട്ടില്ല. അത് ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ അത്. മാത്രമല്ല മാനസിക സമനില തെറ്റിയിട്ടുണ്ടാവുമല്ലോ ആ സമയത്ത്. എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകാൻ കൈ കിട്ടിയത് കൊണ്ടുപോയി അങ്ങനെ ആയിരിക്കാം. മാത്രമല്ല എത്ര തവണയാണ് ബങ്കറിലേക്ക് പോകും, പുറത്തേക്ക് വരും, പിന്നെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ മനുഷ്യന് ഈ ഒളിവിൽ പോയാലും മറ്റുള്ളവരെ കൊല്ലാനും കൊല്ലപ്പെടാൻ ആളുകളെ അയക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആർത്തി, ജീവിതത്തോടുള്ള ഒരു ത്വര, ഈ ഒരു കാമം ബാക്കി നിൽക്കുകയാണ്. ഭാര്യയും മക്കളെ കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണല്ലോ 35 ലക്ഷം രൂപയുടെ ബാഗ് ഈ ബംഗറിൽ കഴിയുന്ന സ്ത്രീ കൊണ്ടു നടക്കുന്നത്. അതെ, സിദ്വാറിൻ്റെ ഭാര്യ. ഈ ഒളിവിൽ കഴിഞ്ഞിരുന്നൊരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ്, വലിയ ഈ വധശിക്ഷയ്ക്കൊക്കെ ഒരു കാലത്ത് വിധിക്കപ്പെടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ നേതാവിൻ്റെ മുമ്പിൽ പലതവണ ഞാൻ നിൽക്കുമ്പോൾ കണ്ട ഒരു കാര്യം ഓർമ്മ വരികയാണ്. കാരണം ഇവർ ഒളിവിലാണല്ലോ, കുറേ പേടിച്ചാണല്ലോ കഴിയുന്നത്. എപ്പോൾ ബ്രിട്ടീഷ് പോലീസ് വരും എന്നാണല്ലോ. അങ്ങേര് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പല സമയത്തും അപ്പുറത്തോ മറ്റോ ഒക്കെ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാലേ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നോക്കുന്ന കാണാം. പഴയ ശീലം, പഴയ ഓർമ്മയും ശീലമൊക്കെ. നമുക്കിത് സാധാരണ ശബ്ദമായിട്ടേ തോന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് അപ്പുറത്തെ ജനലിലൊന്നും ആരെങ്കിലുമൊക്കെ മുട്ടിയാലൊക്കെ എന്തോ വലിയ പോലീസ് വന്നതോ പട്ടാളം വളഞ്ഞ പോലെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ആണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ അവസ്ഥ എന്തായിരുന്നു? അതാണ് ഭയം ഒരു സഹജവാസനയായി മാറി അല്ലേ? അതെ. ഏതായാലും ഇറാൻ ഭൂമിക്കടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായി ഭൂമിക്കടിയിൽ പോവാതെ ആ ജനങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മതിയായിരുന്നു അല്ലേ? ഈ ഭരണകൂടത്തിനെ ജനം പുറത്താക്കണം. നെതന്യാഹു ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലി ജനതയോട്, ഇറാൻ ജനതയോട്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വളരെ വികാരവായ്പോടെ നെതന്യാഹു സംസാരിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.